കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന കുരിച്ചിലപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും 1 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അധികം കട്ടിയും ഒരുപാട് ലൂസുമല്ലാത്ത രീതിയിൽ വേണം നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. ഇനി നമുക്ക് കുരിച്ചിലപ്പം തയ്യാറാക്കാം. അതിനായി ഓട്ടടയൊക്കെ ചുടുന്ന ഒരു ചട്ടിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് അടുപ്പിൽ വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരണം. എന്നെങ്കിൽ മാത്രമേ ഈ കുരിച്ചിലപ്പം നമുക്ക് നന്നായിട്ട് അതിൽ നിന്നും ഇളക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് ഓരോ തവി മാവ് വീതം കോരി ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിൽ കുഴികളെല്ലാം വീണു തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇത് ഇളക്കിയെടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു അപ്പമാണ് കുരിച്ചിലപ്പം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുകയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.